ഹായ് പാറു. വെൽക്കം. താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പാട്ടൊന്നുമില്ല, ഇന്ന് ആ ഒരു സെലക്ഷൻ പ്രോസസ് ആണ്. പക്ഷേ നമ്മളെപ്പോഴും ആ ഒരു സെലക്ഷൻ പ്രോസസ്സിന് മുന്നേ ഒന്നില്ലെങ്കിൽ നമുക്ക് പെർഫോമൻസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ എപ്പിസോഡിൽ പെർഫോമൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഗെയിം കളിക്കാം. ഈ അവസരത്തിൽ വെരി ഗുഡ്. കുറെ ആയില്ലേ നമ്മള് നമുക്ക് ആദ്യം തന്നെ. അതാ. അപ്പോ ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ്, ഹായ്. UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ്, ഹായ്. ഓക്കെ, ഇനി സീരിയസ് ആയിട്ട് പറയാം. ഗെയിം എന്നുള്ള പേര് ഞാൻ പറഞ്ഞേ ഉള്ളൂ, പക്ഷെ ശരിക്കും ഇത് ഭയങ്കര ലൈക്ക് ഒരു മ്യൂസിക്കൽ നോളജ് ഒക്കെ പിള്ളേർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം കൂടെയാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നമുക്കും പ്രേക്ഷകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അറിവ് കിട്ടും ഈ ഒരു ഗെയിമിൽ നിന്ന്. സൂപ്പർ. ഓക്കെ, അപ്പൊ ഗെയിമിന്റെ പേര് ഐഡന്റിഫൈ ദ പേഴ്സൺ. സംഗീതമായി ബന്ധപ്പെട്ട സംഗീതം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ, റൂൾസ് ഞാൻ പറയാം. അതായത് ടോട്ടൽ ഒരു പേഴ്സണ് 5 ക്ലൂ ഉണ്ടാവും. നമ്മൾ ഓരോ ടീമിൽ നിന്നും ഓരോ ആൾക്കാരെ ആയിരിക്കും ഇവിടെ വിളിക്കുക. ആദ്യത്തെ ക്ലൂവിൽ തന്നെ ഇവർ ഉത്തരം പറയുകയാണെങ്കിൽ 5 പോയിന്റ്സ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 4 പോയിന്റ്സ്, 3 പോയിന്റ്സ്, 2 പോയിന്റ്സ്, അങ്ങനെ ആ ഓർഡറിലായിരിക്കും പോവാം. ഇനി 3 ക്ലൂ വരെ ഇവർക്ക് ടീമിന്റെ മാത്രം ഹെൽപ്പ് എടുക്കാം. ആദ്യത്തെ 3 ക്ലൂവിന് മാത്രം. അതിലും ഇവരാരും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഇവർ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്യാപ്റ്റൻസ് ഇതിലില്ല. ഓക്കെ, MD സാറുമില്ല, ശരത് സാറുമില്ല, ആരുമില്ല കേട്ടോ. ഇനി ഈ അറിയാലോ എപ്പോഴും കലബിലയാണ്, നമ്മൾ കൊളാക്കും ഇവിടെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ടീമിൽ നിന്നുള്ള, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടുന്ന് യശ് ആണ് വരുന്നതെന്ന് വിചാരിക്കാം. യശിന്റെ ടീമിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യാം ബിഗിനിങ്ങിൽ തന്നെ. ആ ഒരാള് മാത്രമായിരിക്കും എഴുന്നേറ്റ് ആ ഹെൽപ്പ് ചെയ്യുന്ന ഉത്തരം അവർ ഡിസ്കസ് ചെയ്തിട്ടുള്ള പറയാ. എല്ലാവർക്കും കൂടെ ഉള്ള ബഹളം ഇനി ഇവിടെ ഇല്ല. ഇനി എവിടെന്നെങ്കിലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ വന്ന് ഉത്തരം അങ്ങനെ പറയണേ ഫൗൾ, നെഗറ്റീവ് മാർക്ക് അപ്പൊ തന്നെ വരും. ഓക്കെ, അവിടെ മൈക്കൊക്കെ ഉണ്ട്, കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടും. അപ്പൊ തന്നെ പറഞ്ഞു വിടുകയും ചെയ്യും. അപ്പൊ ഇത് ശരിക്കും സീരിയസ് ഗെയിമാണ്. ഓക്കെ, റെഡി? റൂളൊക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, സീരിയസ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോ ഈസ്റ്റേൺ മാജിക് ബീറ്റ്സിൽ ആരാണ് വരുന്നത്? നമ്മുടെ ടീമിന് ഒരു അടിപൊളി പ്ലെയറിനെ വിളിക്കട്ടെ. ഓക്കെ, ഹന. അപ്പോ UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസിൽ നിന്ന് ആരാണ് വരുന്നത്? ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ, ഹന ചേച്ചി, ഹനയുടെ ടീമിൽ നിന്ന് ആരെയാണ് ഹന ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നത്? സഞ്ജയ്. റെഡി? ഓക്കെ, ഇനി ശിവാനി ആരെയാണ് വിളിക്കുന്നത്? ഞാൻ നമ്മുടെ നീറിനെയാണ് വിളിക്കുന്നത്. റെഡി? ഓക്കെ, റെഡി. അപ്പോ ആ ഫസ്റ്റ് പേഴ്സന്റെ ക്ലൂസ് ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലൂ, വടക്കുംനാഥൻ, പല്ലാവൂർ ദേവനാരായണൻ എന്ന സിനിമകളുടെ തിരക്കഥ നിർവഹിച്ച വ്യക്തി. ഓക്കെ, ആർക്കും അറിയില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്ലൂയിലേക്ക് പോവാം. കോഴിക്കോട് സ്വദേശിയായ ഇദ്ദേഹം 1989 എൻക്വയറി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു. ക്ലൂ വേണം. എല്ലാവരും ഫോണില്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ ഫോൺ ആരും എടുക്കരുത്, നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യണേ. ഇല്ല, അതൊക്കെ നമ്മൾ അവർക്കൊന്നും ഫോണില്ല. ഇങ്ങോട്ട് നോക്കരുത് ഗ്രൂമേഴ്സിനെ. ഓക്കെ, സഞ്ജയ്, അശ്വിൻ. ഓക്കെ, ക്ലൂ 5 ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ എന്തായാലും 5 ക്ലൂ ഇവിടെ പറയും. തെറ്റാണെങ്കിൽ നെഗറ്റീവ് മാർക്കോ അങ്ങനെ എന്താണ്ടോ ഇല്ലേ? ഇല്ല, തെറ്റാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ പിന്നെ എൻജോയ്. ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. സൂപ്പർ. അടിപൊളി. ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. അപ്പൊ രണ്ടാമത്തെ ക്ലൂവിന് മിസ്റ്റേക്ക് രാഗാസ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവർക്ക് 4 പോയിന്റ്സ്. വെരി ഗുഡ്. ഓക്കെ, റെഡി? അപ്പൊ സെക്കൻഡ് പേഴ്സന്റെ ഫസ്റ്റ് ക്ലൂ, ആകാശവാണിയിൽ ആദ്യകാലത്ത് ജോലി ആരംഭിച്ച ഇദ്ദേഹം
മലയാളികൾക്ക് മനോഹരമായ ഒട്ടനവധി ലളിത ഗാനങ്ങൾ നൽകിയ സംഗീതജ്ഞനാണ്. പറയട്ടെ, MG രാധാകൃഷ്ണൻ സർ. Oh my God! Hey, good one. Super. ഓക്കെ, അടുത്തത്. അപ്പൊ എന്തായാലും മാജിക് ബീറ്റ്സിന് 5 points. എന്തായാലും ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു ഗെയിം ആണല്ലോ. അപ്പൊ ബാക്കി ക്ലൂസ് ഒന്ന് വായിച്ചേ. ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായി തിരുവനന്തപുരത്ത് ഒരു റോഡിന് ഇദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്. മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം 2 തവണ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത സൗണ്ട് എഞ്ചിനീയറും സൗണ്ട് ഡിസൈനറുമായ MR രാജകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഇപ്പോഴത്തെ വിധികർത്താക്കളിൽ ഒരാളാണ്. അവിടെ വരെ പോകേണ്ടി വന്നില്ല ആദ്യം തന്നെ. അതെ, വെരി ഗുഡ്, സൂപ്പർ. അപ്പോ മിസ്റ്റേക്ക് രാഗാസിന് 4 points ആൻഡ് മാജിക് ബീറ്റ്സിന് 5 points. തേർഡ് പേഴ്സന്റെ ഫസ്റ്റ് ക്ലൂ. ആന്ധ്ര സ്വദേശിയായ ഇദ്ദേഹം S രാജമൗലിയുടെ ബന്ധു കൂടിയാണ്. ആന്ധ്ര സ്വദേശിയായ ഇദ്ദേഹം S രാജമൗലിയുടെ ബന്ധു കൂടിയാണ്. ഓക്കെ, അപ്പോ ടൈം അപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്ലൂ. ബ്രഹ്മാണ്ഡ ചലച്ചിത്രം ബാഹുബലിയുടെ സംഗീത സംവിധായകൻ. അറിയാം. MM കീരവാണി സാർ. യെസ്, കറക്റ്റ്. ആ ബന്ധു കൂടിയാണെന്ന് പറയുന്നിടത്ത് തന്നെ ആൻസർ ആയി. അതെ. ഓക്കെ, അപ്പൊ വീണ്ടും മാജിക് ബീറ്റ്സിന് 4 points. സൂപ്പർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ പേഴ്സന്റെ ഫസ്റ്റ് ക്ലൂ. പത്മ പുരസ്കാരത്തെ വൈകി കിട്ടിയ അംഗീകാരമായി എന്ന് പറഞ്ഞ് നിരസിച്ച ഗായിക. പറയട്ടെ. യെസ്, കറക്റ്റ്. 5 സെക്കൻഡ്. വെരി ഗുഡ്. ബാക്കി ക്ലൂസ് കൂടെ ഞാൻ വായിക്കാം. മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം 10 തവണയിലധികം ലഭിച്ച ഗായിക. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്ന പേരിന് അർഹയായ ഗായിക. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ഈ ഗായികയ്ക്ക് 4 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചു. പിന്നെ പാട്ടുകള് സന്ധ്യേ കണ്ണീരിതെന്തേ, ഉണരൂ വേഗം നീ തുടങ്ങിയ ഒട്ടനവധി ഗാനങ്ങൾ പാടി. യെസ്. അപ്പൊ വീണ്ടും മാജിക് ബീറ്റ്സിന് 5 points. റെഡി? അപ്പോ ലാസ്റ്റ് പേഴ്സന്റെ ഫസ്റ്റ് ക്ലൂ. ഓക്കെ. ദ ഡൗൺ ട്രോഡൻസ് എന്ന ബാൻഡിലെ കീബോർഡിസ്റ്റ് ആയിരുന്നു ഈ വ്യക്തി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ഹന. നോ, ജഡ്ജസിനെ മാത്രം നോക്ക. അറിയോ? എനിക്കറിയോ. നോ. 10 സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, ടീം അവനാ പൊക്കിയത്. സുഷിൻ ശ്യാം സാർ. യെസ്, കറക്റ്റ്. 2 ടീമും കൈ പൊക്കി ആക്ച്വലി. അപ്പൊ 2 ടീമിനും കൊടുക്കാം. അതെ, 2 ടീമും നേരത്തെ തന്നെ കൈ പൊക്കി. നീറെന്താ പറയാൻ ഉദ്ദേശിച്ചത്? സുഷിൻ ശ്യാം സാർ. കറക്റ്റ്. 5 points നമുക്ക് കൊടുക്കാം. അപ്പൊ അതും ഫസ്റ്റ് ക്ലൂവിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ടോട്ടൽ എത്രയായി ജഡ്ജസ്? 19. മാജിക് ബീറ്റ്സിന് 19. സൂപ്പർ. ആൻഡ് മിസ്റ്റിക് രാഗാസ് 9 points. സൂപ്പർ, ഗുഡ്. അപ്പൊ ജയിച്ച ടീമിന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക്. പിന്നെ ഗിഫ്റ്റ് വേണോ? അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ തന്നെ കൊടുക്കാന്ന്. പിന്നെ നിങ്ങൾ ജയിച്ച ടീമിന് ഞാൻ തന്നെ ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ ഗിഫ്റ്റ് തരട്ടെ? ഓക്കെ. അപ്പോ ഐഡന്റിഫൈ ദ പേഴ്സൺ എന്ന ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ്. ഓക്കെ, ബൈ. താങ്ക് യു. സൂപ്പർ സ്റ്റാർ.